അഗസ്റ്റസ് സീസറിന്റെ കാലത്താണ് അദ്ദേഹം ജനിക്കുന്നത്. യേശു BC 4 അഗസ്റ്റസ് സീസർ BC 1 നൂറ്റാണ്ടിലാണ്. പോട്ടെ, എന്നാലും ആയിക്കോട്ടെ. എങ്ങനെയാണ് ഡോക്യുമെന്റേഷൻ? അഗസ്റ്റസ് സീസറിന്റെ കാരണം അന്നൊരു സെൻസസ് നടക്കുന്നുണ്ട്. ആ സെൻസസിൽ പേര് ചേർക്കാൻ വേണ്ടി പോയ കഥകളൊക്കെ ഉണ്ട്, ഈ പുസ്തകത്തിൽ തന്നെ ഉണ്ട്. അഗസ്റ്റസ് സീസർ ഉള്ള സമയത്താണ്, അഗസ്റ്റസ് സീസർ വന്നു, അതിനും ശേഷം അദ്ദേഹമാണ് ആദ്യത്തെ എംപറർ. കാര്യം 63 BC അഗസ്റ്റസ് സീസർ ജനിക്കുന്നത്, 14 AD വരെയാണ്. അപ്പൊ ഈ കാലഘട്ടത്തിൽ തന്നെയാണ് അഗസ്റ്റസ് സീസർ ജനിക്കുന്നത് എപ്പോഴാണ്? 63 BC. ഭരിക്കുന്നത് 14 AD. കറക്റ്റാണ്. പക്ഷെ 50 വയസ്സിൽ അദ്ദേഹം രാജം ഉണ്ടായില്ലെങ്കിൽ 50-55 വയസ്സിലായിരിക്കും യേശുക്രിസ്തു ജനിച്ചത്. അങ്ങനെ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. അങ്ങയുടെ വാക്കുകളിൽ നിന്ന് എടുത്ത് പറയാം, ഞാൻ ഈ താർക്കികനായോണ്ട്, ഞാൻ ശരിക്കും താർക്കിക്കാറില്ലെങ്കിലും കോർ താർക്കികനായോണ്ട് താങ്കൾ പറഞ്ഞതിൽ ഒരു വാക്കുപോലും ഉണ്ട്. അഗസ്റ്റസ് സീസറിന്റെ കാലത്താണ് ഇവരുടെ പേര് ചേർക്കാൻ ഡോക്യുമെന്റ് ചെയ്ത് പോകുന്നതെന്ന് കഥ. അത് ബൈബിളിലുള്ള സ്റ്റോറിയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിനർത്ഥം ഹിസ്റ്റോറിക്കൽ ഒരു പേഴ്സണാലിറ്റി ഉണ്ടെന്നല്ലേ? ഇങ്ങനെ ഇങ്ങനെ ഒരാൾ ഉണ്ടായിട്ടല്ലേ പുള്ളിയുടെ പേര് ചേർക്കാൻ പോകുന്ന ആവശ്യമുള്ളൂ.